ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത് നിവിൻ പോളി, ഷറഫുദ്ദീൻ എന്നിവരെ പ്രധാന വേഷത്തിലാക്കി വരുന്ന പുതിയ മലയാള ചലച്ചിത്രമാണ് പ്രതിച്ഛായ. അതിന്റെ ട്രെയിലർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കണ്ടുപോകാം. ബി ഉണ്ണികൃഷ്ണൻ നിങ്ങൾക്കറിയാം, ലാലേട്ടന്റെ വില്ലൻ, മിസ്റ്റർ ഫ്രോഡ്, പിന്നെ മമ്മൂക്കയുടെ ക്രിസ്റ്റഫർ, ഇതൊക്കെ ചെയ്ത സംവിധായകനാണ്. നിങ്ങൾക്ക് അറിയാം, വളരെ പരിചിതമായ ഒരു ഡയറക്ടർ തന്നെയാണ്. ആറാട്ട് എല്ലാം ചെയ്തത് ബി ഉണ്ണികൃഷ്ണനാണ്. അപ്പോൾ നിവിൻ പോളിയുടെ ഈ സിനിമയുടെ പ്രതിച്ഛായയുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു പൊളിറ്റിക്കൽ പടമാവാനും ചാൻസ് കൂടുതൽ. എന്താണ് നമുക്കൊന്ന് കണ്ടുവെക്കാം. ബാ, യൂസ് ഹെഡ്ഫോൺസ്. ഗോകുലം മൂവീസ് എല്ലാവരും കാത്തിരിക്കുന്നത് എന്റെ വിജയകഥ കേൾക്കാനാണ്. സെക്രട്ടറിയേറ്റ്. ആം ഐ സക്സസ്ഫുൾ? വിജയം ചിലപ്പോൾ നിങ്ങളുടെ ഡെസിഗ്നേഷൻ ടാഗോ പേ പാക്കേജൊക്കെ ആയി ഡിഫൈൻ ചെയ്യപ്പെടും. പക്ഷേ അത് അങ്ങനെയാണോ? ഗാന്ധിജിയും നെഹ്റുവും EMS മേക്കിജിയും വിജയിച്ചവരാണോ, അതോ പരാജയപ്പെട്ടവരാണോ? മന്ത്രിസഭാ ഫോർമേഷനിൽ പല ഇക്വേഷൻസും ഉണ്ട്. ജാതി, മതം, നിർണായക ശക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെ പലതിൻ്റെയും മുകളിലാണ് ഞങ്ങളെല്ലാം കസേരയും വലിച്ചിട്ടിരിക്കുന്നത്. മാർക്കറ്റിന് ഡിമാൻഡ് അനുസരിച്ച് വിഗ്രഹങ്ങളെ സൃഷ്ടിക്കുന്നതും തകർക്കുന്നതും നിങ്ങളാണ്. 2 സീറ്റ് ഭൂരിപക്ഷത്തിന്റെ നിഗളത്തിന് ഒരു മര്യാദയൊക്കെ വേണം കേട്ടോ. പടം കണ്ടിട്ട് ഒരു ലൂസിഫർ ടച്ച് ഒക്കെ അടിക്കുന്നുണ്ട്. കാരണം അതേപോലത്തെ ആ ഒരു കാര്യങ്ങളും, പിന്നെ പൊളിറ്റിക്കൽ പടമാണ്, എന്നിരുന്നാലും ആ ലൂസിഫർ ടച്ച് ഒക്കെ അടിക്കുന്നുണ്ട്. ആ ഒരു ഡയലോഗും ആ ഒരു ഈവൻ ആ ഒരു ബീജിയം വരെ ലൂസിഫറിന്റെ ആ ഒരു ബീജിയം പോലെ വരെ തോന്നുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് നിവിൻ പോളി ഇത് പോർട്രേറ്റ് ചെയ്തതെന്ന് കണ്ടറിയണം. കാരണം ഇത് എനിക്കൊരു പൊളിറ്റിക്കൽ ഇതൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക, ഒരു പൗരുഷത്തോടെ രോഷത്തോടെ എനിക്ക് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻസ് വരും. അപ്പം അതെങ്ങനെയാണ് നിവിൻ പോളി ഹാൻഡിൽ ചെയ്യുമെന്ന് നോക്കണം. ആൻഡ് സിനിമയിൽ നമുക്ക് നേരത്തെ കണ്ടതുപോലെയാണ്, ഫുൾ പൊളിറ്റിക്സ് തന്നെയാണ്. നിവിൻ പോളി കുറെ ഡയലോഗ് പറയുന്നുണ്ട്, ഷറഫുദ്ദീൻ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഷറഫുദ്ദീന് എതിരായിട്ട് സംസാരിക്കുന്ന ഒരാളായിരിക്കും. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ ഇതുവരെ കണ്ടതിൽ ഒരു ട്രെയിലർ ഒരു ക്വാളിറ്റി ആയിട്ട് പോകുന്നുണ്ട്. ഇത് മുഖ്യമന്ത്രിയായിരിക്കും. മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കണ്ടല്ലോ. സായികുമാർ, അത് പിണറായി വിജയനാണോ? എന്നെ കോടതിയിൽ ഹാജരാക്കണം. എനിക്ക് 164 കൊടുക്കണം. എന്തിന്? The game is level now. സാറിന് അവനെ പറ്റിയല്ല അറിയാം. എന്നെ പറ്റി അറിയില്ല. പറ്റിയോ? പോലീസ് വെടിവെപ്പൊക്കെ ഉണ്ടോ? ചാനലും സോഷ്യൽ മീഡിയയും കത്തണം. ആ ക്ലൈമാക്സ് പോർഷനിലേക്കൊക്കെ വരുമ്പോൾ ട്രെയിലറിന്റെ ട്രെയിലർ കത്തുന്നുണ്ട്. നിവിൻ പോളിയുടെ ആ ഒരു എന്നെ പറ്റി അറിയില്ലല്ലോ, ആ കാല് മടക്കി വെക്കുന്നത്. ആൻഡ് ഷറഫുദ്ദീന് ഡബിൾ റോളാണോ അതോ ഇനിയിപ്പം ആക്ട് ചെയ്യുന്നതാണെന്ന് അറിയില്ല. നേരത്തെ വെള്ളം ഇട്ടോട്ട് നടന്ന് ഇപ്പോൾ കോട്ടൊക്കെ ഇട്ട് മറ്റേ മാനേജർ പോലെയൊക്കെ വരുന്നു. എങ്ങനെയാണെന്ന് കണ്ടു തന്നെ അറിയണം. പക്ഷെ ട്രെയിലർ കൊള്ളാം, ഒരു എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. നിവിൻ പോളിയും കൊള്ളാം. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വ്യക്തികളില്ല, പ്രതിച്ഛായകൾ മാത്രമേ ഉള്ളൂ. പ്രതിച്ഛായ. ഇനി ഞാൻ പറയും, സാർ കേൾക്കും. ഞാൻ പറയും, സാർ ഉണ്ണികൃഷ്ണൻ. പ്രതിച്ഛായ. അപ്പോൾ സിനിമയുടെ പേര് പ്രതിച്ഛായ എന്നാണ്. ഇമാജീസ് ഡെസ്റ്റിനി. ആൻഡ് സംവിധാനവും എഴുത്തും ചെയ്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ ബി ആണ്. പ്രൊഡ്യൂസ് ഗോകുലം ഗോപാലും ഇല്ലുമിനേഷൻസും ചേർന്നിട്ടാണ്. അപ്പോൾ ഇതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ വർഗീസ് ആണ്. അപ്പോൾ സിനിമയുടെ ട്രെയിലർ നന്നായിട്ടുണ്ട്. ഒരു ക്വാളിറ്റി ആയിട്ട് ബോറടിപ്പിക്കാതെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ചെയ്യണം. ഇൻട്രസ്റ്റിംഗ് മീൻസ് നമ്മളെല്ലാം കണ്ട സാധനങ്ങൾ തന്നെയാണ്, എന്നാൽ ബോറടിപ്പിക്കാതെ ഒരു ക്വാളിറ്റി ആയിട്ട് ട്രെയിലർ കൊണ്ടുപോയിട്ടുണ്ട്. ആൻഡ് തുടക്കത്തിൽ എനിക്ക് വലിയ ഹൈപ്പ് തോന്നിയില്ലെങ്കിൽ ലാസ്റ്റിലേക്ക് വന്നപ്പോൾ പടത്തിൽ ഒരു നല്ലൊരു ആ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുന്നു തോന്നുന്നു. ഏറ്റവും ബി ഉണ്ണികൃഷ്ണൻ ഒരു തിരിച്ചുവരവ് അനിവാര്യമുള്ള ഒരു സമയമാണ് ഇത്. അപ്പം ബി ഉണ്ണികൃഷ്ണന്റെ സിനിമ വിജയമാകട്ടെ, ഒരു അനിവാര്യം വരട്ടെ. അതിനും
അപ്പുറം നിവിൻ പോളിക്ക് ഇതുപോലത്തെ ഒരു വേഷം നല്ല രീതിക്ക് പുൾ ഓഫ് ചെയ്യാനും കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. ട്രെയിലർ കൊള്ളാം, ബട്ട് എനിക്കിതില് കറക്റ്റ് ലൂസിഫറിന്റെ ഒരു ട്രെയിലർ കണ്ട ഒരു ഫീലാണ് അടിച്ചത്. കാരണം ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും, ആ ഒരു സിറ്റുവേഷൻസ് ആയാലും, ആ ഒരു ക്യാരക്ടേഴ്സ് ആയാലും, ആ ഒരു ലൊക്കേഷൻസ് ആയാലും എല്ലാം എന്തോ ലൂസിഫർ ആണ് എന്ന് പോലെ ഒരു തോന്നലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ക്ലൈമാക്സിൽ ഒരു വെടിവെപ്പ്, ഒരു വലിയ കാർ, വേറൊരു സ്ഥലമൊക്കെ കാണിക്കുന്നു, പിന്നെ കേരളം, സെക്രട്ടേറിയറ്റ്, അങ്ങനെ. അപ്പോൾ എനിക്ക് കറക്റ്റ് ഒരു ലൂസിഫർ ടച്ചാണ് തോന്നിയത്. എന്നിരുന്നാലും ട്രെയിലർ നന്നായിട്ടുണ്ട്. ഒരു തിരിച്ചുവരവ് തന്നെ പി ഉണ്ണികൃഷ്ണന് വരുമെന്ന് തോന്നുന്നു. പിന്നെ സിനിമ റിലീസ് ചെയ്തിട്ട് ബാക്കി എന്താണ് ഏതാണെന്നൊക്കെ പറയാം. നിവിൻ പോളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഷറഫുദ്ദീൻ എനിക്ക് തോന്നുന്നു വില്ലൻ മേശാവാനാണ് സാധ്യത കൂടുതൽ. പിന്നെ സായി കുമാറും മുഖ്യമന്ത്രി, അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ ഒരുപാടുണ്ട്. മ്യൂസിക്കും കറക്റ്റായിട്ട് എനിക്ക് ലൂസിഫറിൽ എന്തുപോലെ അതുപോലെ തന്നെയാണ് കേട്ടത് ലൂസിഫർ, ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ. പക്ഷെ മൊത്തത്തിൽ ട്രെയിലർ നന്നായിട്ടുണ്ട്, ഒരു ക്വാളിറ്റി ആയിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ട് തന്നെ അഭിനയിക്കുന്നുമുണ്ട്. പിന്നെ ഒരു എന്താ പറയുക പൊളിറ്റിക്സിലുള്ളതുപോലെ ആ ഒരു സമരങ്ങളും അടിയും പിടിയും, സോഷ്യൽ മീഡിയ കത്തണം, അവിടെ അവനെ കൊല്ലണം, അങ്ങനത്തെ പിടിയും സംസാരങ്ങളൊക്കെ ഇതിലും ഉണ്ട്. പിന്നെ ഹരിശ്രീ അശോകനൊക്കെ വരുന്നുണ്ട്. നെഗറ്റീവ് റോൾ ആവാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ നമ്മൾ കണ്ടുനോക്കാം എങ്ങനെയാണ് സിനിമ വരുന്നത്. എനിക്ക് തോന്നുന്നു നിവിൻ പോളി മുഖ്യമന്ത്രിയുടെ മകൻ അല്ലെങ്കിൽ പി അങ്ങനെ വല്ലതും ആയിരിക്കുമെന്നാണ് തോന്നുന്നത്. പക്ഷെ ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് കൊള്ളാം. ഇതുവരെ ഇനിയിപ്പം സാറ് ഞാൻ പറയുന്ന കേട്ടാൽ മതി എന്നുള്ള ഒരു ഡയലോഗ് കൊള്ളാം. മൊത്തത്തിൽ ട്രെയിലർ നന്നായിട്ടുണ്ട്. പടം വരട്ടെ.